ആദ്യം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റംബുട്ടാനാ. എന്താ കൊല കൊലയായിട്ട് നിറയെ കാച്ചുകൾ കാണാൻ എന്ത് രസമാണെന്നറിയാമോ? എന്താ നിറയെ കായുണ്ട്, നിറയെ വലയിട്ടിരിക്കുകയാണ്. എല്ലാം പഴുക്കാറായി നിൽക്കുന്ന 3 വർഷം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ തൈയാണ്. ഇത് കണ്ടു, കൊല കൊലയായിട്ട് നിറയെ കാച്ചു കിടപ്പുണ്ട്. റംബുട്ടാൻ എൻ80 ഇത് കണ്ടത്. എൻ80യുടെ തൈകളാണ്. ഇതുണ്ടോ? 12x12 കവറാണ്. നമ്മൾ ചെറിയ കവറിൽ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ കവർ മാറി എടുക്കുന്നതാണ്. വേണ്ട ഇത്രയും വലിപ്പമുള്ള തൈകളാണ്. നമ്മൾ 350 രൂപയ്ക്കാണ് നമ്മൾ ഈ തൈ ഇവിടെ കൊടുക്കുന്നത്. ഏകദേശം 3 അടിയോളം ഹൈറ്റ് ഉണ്ട്. അല്ല 3 അടിയോളം ഹൈറ്റുള്ള തൈകളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാല് ഇതിൽ നിറയെ കാ പിടിക്കും, നിറയെ കായ ഉണ്ടാവും. നല്ല വൃത്തിയുള്ള തൈകളാണ് നമ്മുടെ നഴ്സറിയിൽ നമ്മൾ കൊടുക്കുന്നത്. കണ്ടോ, ഒരു ഇലക്കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മുടെ നഴ്സറിയിൽ നിന്ന് കൊടുക്കുന്ന തൈ. ഇതിന്റെ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഇതിന് ഒരു 2.5 വർഷം ആകുമ്പോൾ തന്നെ കായ്ക്കാൻ തുടങ്ങും. 2.5 വർഷത്തിൽ കായ്ച്ചു തുടങ്ങിയാൽ ആദ്യത്തെ റൗണ്ടിലുള്ള പൂവ് നമുക്ക് തൊഴിഞ്ഞു പോകും, അത് നമുക്ക് കിട്ടില്ല. 3 വർഷം നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് തൈ ഏകദേശം ഒരു 5 അടി ഹൈറ്റോളം നമ്മൾ പ്രൂൺ ചെയ്ത് വിടുക. നല്ല രീതിയിലായിട്ട് പ്രൂൺ ചെയ്ത് വിട്ട് കഴിയുന്ന സമയത്ത് 3 വർഷമാകുമ്പോൾ നമുക്ക് രണ്ടാമത്തെ റൗണ്ട് കാ പിടിക്കാൻ തുടങ്ങും. രണ്ടാമത്തെ റൗണ്ട് കാ പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിൽ നിറയെ കാ നമുക്ക് കിട്ടും. പൂക്കളൊക്കെ നിറയെ വന്ന് നിറയെ കായകളും നമുക്ക് നിറച്ച് കിട്ടുന്നതായി. അടുത്തായിട്ട് നമുക്ക് അതിന്റെ വലിയ തൈയാണ്. ഇത് കണ്ടോ, നമ്മളിപ്പോ ഇവിടെ 750 രൂപയ്ക്കാണ് ഈ തൈ കൊടുക്കുന്നത്. എന്നെക്കാല കയറ്റുണ്ട്, കണ്ടല്ലോ. എന്നെക്കാല കയറ്റുള്ള തൈയാണ് നമ്മൾ 750. ഇതിപ്പോ നമ്മൾ ചെറിയ കവറിലാണ് ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ കുഴിയിലോട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വിടുക. ഇവിടെ വെച്ച് ഏകദേശം ഒരു 5 അടി കയറ്റി വെച്ച് കട്ട് ചെയ്ത് വിടുന്ന സമയത്ത് നിറയെ ബ്രാഞ്ചസ് ഇതിനുണ്ടാവും. നിറയെ ബ്രാഞ്ചുകൾ ഇതിൽ നിന്ന് അടിച്ച് നമ്മൾ കിട്ടും. ആ ബ്രാഞ്ചുകൾ നല്ല രീതിയിൽ വലുപ്പത്തിലാക്കി എടുക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും നമ്മൾ താഴെ തറയിൽ തന്നെ നമ്മൾ കാച്ചു കിടക്കുന്നതായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. ഈ തൈ തന്നെ നമുക്ക് 5 അടി തൈയാണ്. പിന്നെ നമ്മുടെ ഈ നഴ്സറിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നഴ്സറിയിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ഒന്നും എടുത്ത് ചെയ്യാറില്ല. ഇതുണ്ടോ, ഇഷ്ടം പോലെ വലിയ തൈകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. കണ്ടോ, ഒരു തൈയുടെ വലിപ്പം കണ്ടോ, ഇതുണ്ടോ. ഇത് നമ്മൾ നടുന്ന സമയത്ത് ഇത് ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാല് സാധാരണ നമ്മളൊരു 2 ഗ്രണ്ടിന്റെ കുഴി എടുക്കുക. കുഴി എടുത്തതിന് ശേഷം ഒരു വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കുഴിയിനകത്തോട്ട് ഇടണം. കുഴിയിനകത്തോട്ട് ഇട്ടതിന് ശേഷം വേണം നമ്മൾ റംബൂട്ടാനായി നട്ടുവിടാനായി. ഇതിൽ ഇഷ്ടം പോലെ തൈകൾ, നിറച്ച് തൈകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇതുണ്ട്. നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാല് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലവരും പല രീതിയിലാണ് വീഡിയോകൾ ചെയ്യുന്നത്. അത് കുറച്ചൊക്കെ ഫേക്ക് ആവാറുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന വീഡിയോ എന്താന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ നഴ്സറിയിലുള്ള സാധനങ്ങൾ മാത്രം തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാണിക്കുന്ന തൈകളെല്ലാം നമ്മുടെ നഴ്സറിയിൽ ഉള്ള തൈകളാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ തൈകൾ നല്ല രീതിയിൽ പരിപാലിച്ചാണ് നമ്മൾ ഈ തൈകൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നത്. ഇതുണ്ടോ, ഇത് നമ്മൾ 1 വർഷമായ തൈയാണ്. ഇതുണ്ടോ, നമ്മൾ ബാരലിൽ വെച്ചേക്കുന്നതാണ്, ബക്കറ്റിലാണ് വെച്ചേക്കുന്നത്. കേട്ടോ, നമ്മളിപ്പോ ഈ തൈ നമ്മൾ 1500 രൂപയ്ക്കാണ് നമ്മളിവിടെ ഈ ബക്കറ്റിൽ ഇരിക്കുന്ന തൈ കൊടുക്കുന്നത്. അത് നിറയെ തൈകൾ ഇരിപ്പുണ്ട്. ഇത് കായ്ക്കാൻ ഏകദേശം പാകമായി നിൽക്കുന്ന തൈകളാണ്. വേണ്ടത് നമ്മൾ അതുപോലെ തന്നെ 5 അടി കയറ്റി വെച്ച് നമ്മൾ കട്ട് ചെയ്തതാണ്. ഇത് കണ്ടോ, 5 അടി പൊക്കത്തി വെച്ച് കട്ട് ചെയ്തിട്ട് നിറയെ ബ്രാഞ്ചസ് ആക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ, കണ്ടോ. ഈ വർഷം നമുക്ക് ഇത് പൂവിടും. ഇപ്പൊ 2ാം വർഷത്തിലോട്ടായി. ഒരു 6 മാസം കൂടെ കഴിയുമ്പോൾ ഇതിൽ ഫ്ലവർ ആവാൻ തുടങ്ങും. കണ്ടോ, നമ്മൾ 3 വർഷത്തിന് മുമ്പ് നമ്മൾ കൊടുത്ത തൈകളാണ്. കയ്യിൽ കാച്ചു കിടക്കുന്ന റംബൂട്ടാനാണ്. ഇത് കണ്ടോ, നല്ല N80യുടെയാണ്. നല്ല കൊലയായിട്ടാണ് കാച്ചുള്ളത്. ഒരു പത്തല്ല കേട്ടോ, നിറയെ തൈകൾ, നിറയെ ഫ്രൂട്ട്സ് ഉണ്ട്. കണ്ടോ,
ഇപ്പോൾ ഒരു കൊലയിൽ തന്നെ ഏകദേശം 10-12ഓളം കായ. ഇത് 3 വർഷമായി നമ്മുടെ നേഴ്സറിയിൽ അതിനകത്ത് ഇതാ കെട്ടിയൊക്കെ ഇഷ്ടം പോലെ കായ നമുക്ക് ഇതില് വേറെ കാച്ചടപ്പം നല്ല പഴുക്കാറായതും പച്ചയൊക്കെ കായുടെ വലിപ്പം കണ്ടോ, നല്ല വലിപ്പമുള്ളതാണ്. കായുടെ ചൂട് നമുക്ക് കാണിച്ചു തരാം. ചെറിയ ഒരു കൊമ്പാണ്, നല്ല പഴുത്ത് പാകമാവാൻ പരുവത്തിന് നിൽക്കുക. നല്ല കൊല കൊലയായിട്ട് കാച്ചി കിടക്കുന്നത്, തറയിലാണ് കാച്ചി കിടക്കുന്നത്. ഒരു കൊമ്പൊന്നുമല്ല കേട്ടോ, നിറയെ ഉണ്ട്. വേണ്ട നല്ല പഴുത്തതും വേണ്ട നല്ല ഫ്ലവറൊക്കെ വീണ് നല്ല ഏകദേശം പഴുക്കാറായിട്ടുണ്ട്. ഇത് വേണ്ട നല്ല പഴുക്കാറായ പരുവത്തിലാണ് നിൽക്കുന്നത്. നിറയെ കായകൾ പിടിക്കും. എന്നറ്റിയുടെ തൈ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണ്. ഫേക്കല്ല, കൃത്യമായിട്ട് ആ 3 വർഷമാകുമ്പം കാച്ചി കിടക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കും. നിറയെ കൊല കൊലയായിട്ടാണ് കാച്ചി കിടക്കുന്നത്. എല്ലാം മൊത്തവും പഴുത്തിട്ടില്ല, കുറേയൊക്കെ പഴുത്ത് വരുന്നത്. വലിയ കായാണ്, ഇതുണ്ട് വലിയ കായാണ്. നമ്മളൊരു 3 വർഷമായി നമ്മുടെ വാങ്ങി വെച്ച തൈയാണ്. നമ്മുടെ നേഴ്സറിയിൽ വന്ന് തൈകൾ നോക്കി തിരിഞ്ഞ് അവരവർക്ക് ഇഷ്ടമുള്ള തൈകൾ സെലക്ട് ചെയ്ത് എടുക്കാം. നമ്മൾ അങ്ങനെയാണ് സാധാരണ ഇവിടെ ചെയ്യുന്നത്. ആ വരുന്ന കസ്റ്റമറിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള തൈകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ഞങ്ങളുടെ ഫോൺ നമ്പർ 7598 20 58 49. അടുത്ത വീഡിയോയിലോട്ട് കാണാം.